ഇപ്പോൾ പി വി അൻവർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ CPM വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ തന്നെ തടയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണ്. അല്ല, അവർക്ക് സംഘർഷമുണ്ടാക്കി വോട്ടർമാര് പോളിംഗ് ബൂത്തിൽ എത്തിയാൽ അവർ തോൽക്കുമല്ലോ. തോൽവി അവർ സമ്മതിച്ചു. അതിൻ്റെ ഭാഗമാണ് ഈ അനാവശ്യമായ അക്രമത്തിലുള്ള ശ്രമവും അനാവശ്യമായ തെറിവിളിയൊക്കെ. ജനങ്ങളെ ഭയവിഹ്വലരാക്കുക, സ്ത്രീകൾ വോട്ടിന് വരാതിരിക്കുക, ആ ഒരു ശ്രമം, അവസാനത്തെ ശ്രമം എന്ന് പറയല്ലോ, 18ാമത്തെ അടവ് അത് പറ്റിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. കണ്ണൂർ രാഷ്ട്രീയത്തിലുണ്ടായ അതേ കാര്യങ്ങൾ ഇപ്പോൾ നടത്തുകയാണെന്നാണോ? ആ ലെവലാണ് അവർ ആലോചിക്കുന്നത്. പക്ഷെ അതിവിടെ നടക്കൂല. ഇപ്പോൾ വളരെ ആവേശത്തിലാണ് UDF പ്രവർത്തകർ, UDF ക്യാമ്പൊക്കെ ഉള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വോട്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് താങ്കളുള്ളത്. 1000% വോട്ടിൽ കുറയാത്ത വോട്ടും ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം നേരെ സിക്സാഗായി ഇങ്ങോട്ട് മറിയും. അതാണ് മണ്ഡലത്തിലെ മൊത്തത്തിലുള്ള സ്ഥിതി. വ്യക്തിഹത്യയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കും തോന്നുന്നുണ്ടോ? ഒന്നും ബാധിക്കില്ല. ജനങ്ങൾക്കെല്ലാം അറിയാം. എന്തായാലും നിലവിൽ ആ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പല മേഖലകൾ തിരിച്ച്, അതായത് നിലവിൽ റോഡ് ഷോ ആയി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. 6 മണിയോടെ ഫറൂഖിൽ തന്നെ അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ അൻവർ മുന്നോട്ട് പോകുന്നത്. വലിയ ആവേശം പല ഭാഗങ്ങളിലുമുണ്ട്. ചെറു സംഘങ്ങളായി തിരിഞ്ഞുള്ള കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചും ചെറു സംഘങ്ങൾ അവരവരുടെ മേഖലകളിൽ ഓരോ ഉൾപ്പെടെ ആവേശ കൊട്ടിക്കലാശങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇനിയിപ്പോൾ കടലുണ്ടിയിൽ സമാപിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ പി വി അൻവർ തന്റെ യാത്ര, അതായത് തുറന്ന വാഹനത്തിലുള്ള യാത്ര ആരംഭിച്ചിരുന്നു. അതിപ്പോൾ ഏതാണ്ട് ഫറൂഖിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഈ കാണുന്ന വാഹന വ്യൂഹം ഈ അദ്ദേഹത്തിന്റെ പ്രചരണ വാഹനങ്ങൾക്കൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നിരവധി പ്രവർത്തകർ ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി തന്നെ നേരത്തെ ചാലിയെത്തി സംഘർഷം നടന്ന മേഖലയിൽ ഈ വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ജനക്കൂട്ടം 2 ചേരികളായി തിരിഞ്ഞ്, അതായത് ഒരു ഭാഗത്ത് റിയാസിന്റെ അനുകൂലികളും, അതായത് CPM അനുകൂലികളും, മറുഭാഗത്ത് UDF അനുകൂലികളും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയും സ്വർണം കട്ടതാരപ്പ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. ഒരു വാഹനത്തിൽ ഒരു സ്വർണ്ണപാത്രവുമായി എത്തുന്നതൊക്കെ നമുക്ക് വാഹനത്തിൽ അല്ലെങ്കിൽ ഇതായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. അതുപോലെ സമാനമായി സ്വർണം കട്ടതാരപ്പ എന്ന മുദ്രാവാക്യം ഒരു ഭാഗത്ത് മുഴക്കുകയും അതോടൊപ്പം തന്നെ റിയാസിനെതിരെ മറുഭാഗത്തു നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തതാണ് യഥാർത്ഥത്തിൽ പ്രകോപനത്തിനിടയാക്കിയത്.